തിരുവനന്തപുരം കിഴുവിലത്ത് തെങ്ങിനു തടം മണ്ണിനു ജലം ക്യാമ്പയിന് തുടക്കമായി. പരിപാടി MLA AV ശശി ഉദ്ഘാടനം ചെയ്തു. ശുദ്ധജല ദൗർലഭ്യം നേരിടുന്ന സാഹചര്യത്തിൽ ഭൂഗർഭജല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് MLA. ചടങ്ങിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. കൊല്ലം കുളത്തുപുഴയിലെ വീട്ടുമുറ്റത്തെ ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി. രാത്രിയുടെ മറവിലാണ് ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയത്. കനത്ത മഴ കാരണം മരം മുറിക്കുന്ന ശബ്ദം കേട്ടില്ലെന്ന് നാട്ടുകാർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ മതിലകത്ത് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതി റിമാൻഡിൽ. കോടതി റിമാൻഡ് ചെയ്തത് ആല സ്വദേശി ലീലയെ. സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാതിരുന്നതിനെ തുടർന്ന് ബാങ്ക് മാനേജർക്ക് വാറണ്ട്. തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിറക്കിയത് സൗത്ത് ചാലക്കുടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർക്കെതിരെ. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങ്. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സമാഹരിക്കുന്ന വിഭവങ്ങളിലേക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച വിഭവങ്ങൾ കൈമാറി. ഫ്ളാഗ് ഓഫ് കർമ്മം FITU ജില്ലാ ജനറൽ സെക്രട്ടറി KS മെഹറുന്നീസ നിർവഹിച്ചു. ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതി തടിയന്റെ വിട നസീറിന് പരോൾ. പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന പ്രതിക്ക് ബംഗളൂരു കോടതി ഒരാഴ്ചത്തെ പരോളാണ് അനുവദിച്ചത്. പരോൾ അനുവദിച്ചത് പിതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ. കണ്ണൂർ മരക്കാർഖണ്ടിയിലെ വീട്ടുപരിസരത്ത് കനത്ത പോലീസ് സുരക്ഷ. പാലക്കാട് മരുത റോഡിൽ നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്ത് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. പിടിയിലായത് കോയമ്പത്തൂർ സ്വദേശികളായ കാർത്തിക്, തമിഴ് വാവണൻ എന്നിവർ. കാറിൽ നിന്ന് 3 മൊബൈൽ ഫോൺ ഉൾപ്പെടെ പണവും അപഹരിച്ചു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി ഇംഗ്ലീഷ് സംസാര നൈപുണ്യ പരിശീലന പരിപാടി ആരംഭിച്ചു. പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി രൂപതാ വികാരി ഡോക്ടർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസത്തെ പരിശീലന പരിപാടിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 48 അധ്യാപകർ പങ്കെടുക്കും. കോട്ടയം 0 മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലെ ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ. കോട്ടയം കടവാത്തൂരിൽ കവർച്ചാ ശ്രമത്തിനിടെ മോഷ്ടാവ് പിടിയിൽ. പിടിയിലായത് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജഹാൻ പ്രദേശത്തെ നിരവധി മോഷണ കേസുകളിലെ പ്രതി. പ്രതിയെ പിടികൂടിയത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ.